എല്ലാ തിരഞ്ഞെടുപ്പിലും എല്ലാവരും ജയിക്കുന്നത് പാർട്ടി വോട്ടുകൾക്ക് അതീതമായ വോട്ടുകൾ കൊണ്ടാണ്. അതായത് പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം ആരും ജയിക്കില്ല. പക്ഷേ പാർട്ടി പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. അവരെന്തിനാണ് ജോലി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പാർട്ടി വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പാർട്ടി ഒരു പ്രധാന ഘടകം തന്നെയാണ്. പാർട്ടി നമ്മളെ സ്ഥാനാർത്ഥിയാകുമ്പോഴാണല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയാകുന്നത്. അതേ സമയത്ത് പാർട്ടി പ്രവർത്തകർ നമുക്ക് വേണ്ടി ജോലി എടുക്കുമ്പോഴാണ് നമുക്ക് വിജയസാധ്യത ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ട് കിട്ടുന്നവർ തന്നെയാണ് ജയിക്കുന്നത്. പക്ഷേ പാർട്ടിയാണ് നമുക്ക് സീറ്റ് തരുന്നത്, പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് മാത്രം നമ്മൾ മറക്കാൻ പാടില്ല. തിരുവനന്തപുരത്തിന്റെ കാര്യത്തിലാണ് അദ്ദേഹം എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് കിട്ടാത്ത പല വോട്ടുകളും സമാഹരിക്കാൻ കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവിൽ സമാഹരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം വരുന്നത്. 84-ലും 89-ലും 91-ലും തുടർച്ചയായിട്ട് ചാൾസ് ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ടിക്കറ്റ്. ഹാട്രിക് വിജയം ഇവിടുന്ന് തിരുവനന്തപുരത്ത് നേടിയ ആദ്യത്തെ ആൾ ചാൾസാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് ജയിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലേ ജയിക്കാൻ പറ്റൂ. അപ്പോൾ ചാൾസ് ഇവിടെ നിന്ന് 3 തവണ തുടർച്ചയായി ജയിച്ചിട്ടുണ്ട് ലോക്സഭയിലേക്ക് ഇതിനു മുമ്പ്. കോൺഗ്രസിനെ തന്നെ വേണമെങ്കിൽ തനിക്ക് വേറെ വഴികളുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അല്ല, അത് ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. എല്ലാവരും പാർട്ടിക്കകത്ത് തന്നെ നിർത്തണം. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് ഓർത്ത്. ഒരു കാര്യം കൂടെ, അങ്ങ് എപ്പോഴെങ്കിലും ഈ വിവാദത്തിന് ശേഷം ശശി തരൂരുമായി ഫോണിലോ അല്ലാതെ? ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. ഈ പാർട്ടി നേതൃത്വം പണ്ട് മറ്റേ ലോക്സഭാംഗമായിരുന്നപ്പോൾ സ്ഥിരം ഡൽഹിയിൽ നിന്ന് കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സാധാരണ പാർട്ടി യോഗങ്ങളിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഹലോ പറയാറല്ലാതെ മറ്റ് വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ല. മുമ്പ് കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു. ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ കൂടെ നിർത്തണം. അദ്ദേഹത്തിന്റെ പ്രശ്നമായിട്ട് കാണുന്നത് പല സർവേകളിലും കേരളത്തിലൊരു നേതാവിന്റെ അഭാവമുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ പല സർവേകളിലും അദ്ദേഹം വളരെ മുമ്പിലാണ്. പാർട്ടിക്ക് വേണമെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം, ഇല്ലെങ്കിൽ തനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പാർട്ടി കരുതരുത് എന്ന മെസ്സേജാണ് അല്ല, പാർട്ടിക്ക് ഞാൻ പറയാം, കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണ്. പക്ഷെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന അതല്ല. ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം. ആരും പാർട്ടിക്ക് പുറത്തു പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ആദ്യത്തെ ലേഖനത്തിൽ തന്നെ അദ്ദേഹം ഒരു സൂചന നൽകിയിരുന്നു. അതിനിടയിൽ നേതൃത്വത്തിന് ഇത് പരിഹരിക്കാനും ചർച്ച ചെയ്യാനും അദ്ദേഹത്തെ കൂടെ നിർത്താനും കഴിഞ്ഞില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തിനെ നേരിട്ട് വിളിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ അത് തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും. അതല്ലാതെ രാഹുൽ ഗാന്ധി ഒരിക്കലും അദ്ദേഹത്തിനെ തള്ളിപ്പറയുകയോ അദ്ദേഹത്തിനെ മോശക്കാരനായി ചിത്രീകരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ ചില വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ ഊഹാപോഹങ്ങളാണ്. ശ്രീ ശശി തരൂർ തന്നെ പറഞ്ഞു, ഞാനും ശ്രീ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചത് ഞങ്ങൾ തമ്മിൽ മാത്രമേ അറിയുള്ളൂ, മൂന്നാമതൊരാൾ അറിയില്ല.